നമുക്ക് ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ ദാസനും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ ഉത്സാഹത്തോടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് പെട്ടെന്ന് വന്ന് കയറുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ. തീർച്ചയായിട്ടും ഈ ദൈവവചന പഠനം എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. പുതുതായി ജോയിൻ ചെയ്യുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങൾ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും എല്ലാം നന്ദി. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസന്റെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, അതിന് വെളിപ്പാട് പുസ്തകം വളരെ ആധികാരികമായി പഠിപ്പിക്കുന്ന ഒരു ദൈവദാസനാണ്. ഇന്ന് രാത്രി താൻ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം തന്നെ ശക്തീകരിക്കേണ്ടതിന്, ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഒരനുഗ്രഹമായി തീരേണ്ടതിന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ ലീല കൃഷ്ണൻ പ്രാർത്ഥിക്കുമോ? പ്രിയ സിസ്റ്റർ ലീല കൃഷ്ണൻ പ്രാർത്ഥിച്ചാൽ, അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സ്തുതികളിൽ ഉന്നതനെ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പാ പിതാവേ നമുക്ക് സ്തോത്രം, യേശു ക്രിസ്തുവേ നമുക്ക് സ്തോത്രം, ആവിയാനവരെ നമുക്ക് സ്തോത്രം, ത്രിയേക ദൈവമേ നമുക്ക് സ്തോത്രം. കർത്താവേ, അങ്ങ് നല്ലവർ, വല്ലവർ, പരിശുദ്ധർ, അങ്ങ് സർവസൃഷ്ടിക്കും യജമാനനും സർവസൃഷ്ടിയെ കാക്കുന്ന ദൈവമായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വത്തെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വിശ്വാസത്തോടെ അടിയൻ അങ്ങയുടെ പാദത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് നല്ലവർ, നല്ലവർ. കർത്താവെ, അങ്ങ് പരിശുദ്ധർ, പരിശുദ്ധർ. അങ്ങ് പരിശുദ്ധരായിരിക്കുന്നവർ ഞങ്ങളെയും പരിശുദ്ധപ്പെടുത്തണമേ, അടിയനെയും പരിശുദ്ധപ്പെടുത്തണമേ. കർത്താവെ, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമേ. അറിഞ്ഞു അറിയാതെയും ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, അകപ്പെ പ്രയർ ഗ്രൂപ്പിനെയും കർത്താവെ, അകപ്പെ ബൈബിൾ സ്കൂളിനെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ബൈബിൾ കോളേജ് ഒരു അനുഗ്രഹമുള്ള ഗ്രൂപ്പായി മാറുവാൻ, അനുഗ്രഹമുള്ള ഒരു കോളേജായി തീരുവാൻ കർത്താവെ ദൈവം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഈ കോളേജിലുള്ള എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാം ദേവദാസന്മാരെയും കർത്താവെ, ക്ലാസ് എടുക്കുന്നവരെയും പഠിക്കുന്നവരെയും കർത്താവെ, നടത്തുന്ന എല്ലാ ഭാരവാഹികളെ എല്ലാവരും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്താവെ, നമ്മുടെ പാസ്റ്ററെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. റെവലേഷൻ കർത്താവെ, ഞങ്ങൾക്ക് അനുഗ്രഹമുള്ളതായി തീരുവാൻ ദൈവം അവിടെ നിറയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ മാസങ്ങൾ കർത്താവെ, ഒരു മാസത്തോളമായി ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് കർത്താവെ, ഇതെല്ലാം ഞങ്ങൾക്കെല്ലാം അനുഗ്രഹമാക്കി തീർത്തതിന് ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഇനിയുള്ള ക്ലാസ്സുകളും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, ഇതിൽ പഠിക്കുന്ന എല്ലാ മെമ്പേഴ്സും വന്നു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. എല്ലാവർക്കും ഇത് പ്രയോജനമുള്ളതായി തീരണമേ കർത്താവെ. വെളിപാട് പുസ്തകം ഞങ്ങൾ പഠിക്കുമ്പോൾ കർത്താവെ, അന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു ദൈവിക ജ്ഞാനം ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജ്ഞാനത്തെ ചോദിച്ച ശലോമോൻ രാജാവിന് ചോദിക്കാത്ത ഐശ്വര്യവും മൽക്കുമേയും കൂട്ടിക്കൊടുത്ത ദൈവമേ കർത്താവെ. യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ്. ഞങ്ങൾ എല്ലാവരും ഇത് ജ്ഞാനത്തോടെ കർത്താവെ മുന്നോട്ട് പോകുവാനുള്ള കൃപ നൽകണമേ. പഠിക്കുന്ന ഓരോ കാര്യങ്ങളും കർത്താവെ ഞങ്ങളുടെ കർത്താവെ മനസ്സിൽ പതിയുവാനും ഹൃദയത്തിൽ പതിയുവാനും, അതുപോലെ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോൾ തിരിച്ചു പറയുവാനും കർത്താവെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി തീർക്കുവാനും ഞങ്ങളെല്ലാം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഈ ക്ലാസ്സുകൾ കർത്താവെ ഞങ്ങൾക്ക് ദൈവം തീർക്കണമേ കർത്താവെ. ദൈവമേ, അങ്ങയുടെ പാദത്തിൽ കോളേജിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും അനുഗ്രഹിക്കും, ആസ്വദിക്കും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. താങ്ക് യു സിസ്റ്റർ ലീല കൃഷ്ണൻ. ദൈവം സഹായിക്കട്ടെ. ഇന്ന് ക്ലാസ് എടുക്കുവാൻ പോകുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു 5 പേരുടെ പേര് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ കർത്താവിന്റെ ദാസന് കൊടുത്തിട്ടുണ്ട്. സിസ്റ്റർ അമിത കെന്നഡി, സിസ്റ്റർ റിച്ചു, സിസ്റ്റർ മോളി രാജൻ, സിസ്റ്റർ അഞ്ജു സാറ, സിസ്റ്റർ ബിൻസി എന്നിവർ മാറി മാറി വായിക്കുക. കർത്താവിന്റെ ദാസൻ പേര് പറയുന്നത് അനുസരിച്ച് നിങ്ങൾ വായിക്കുക, സഹായിക്കുക. എല്ലാവരോടും ഒരുമിച്ച് വായിച്ചാൽ അരോചകത്വമായിരിക്കും. അതുകൊണ്ടാണ് ഓരോരുത്തരുടെ പേര് പറഞ്ഞത്. നിങ്ങൾ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ CV ആൻഡ്രൂസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. സ്തോത്രം. ദൈവനാമത്തിൽ വന്ദനം. നമ്മുടെ 4ാമത്തെ ക്ലാസ്സിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്.
കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പഠിപ്പാനിടയായി. ഇന്ന് രാത്രിയിൽ ഈ വേദിയിലായിരിക്കുന്ന, പഠിക്കാൻ തക്കവണ്ണം ആവേശത്തോടെ കടന്നുവന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വന്ദനം. ഇത് പ്രിസൈഡ് ചെയ്യുന്ന, അത് കോർഡിനേറ്റ് ചെയ്യുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ലാലു ജേക്കബ് എൻ്റെ ഒരു ആത്മാർത്ഥ സ്നേഹിതനും ഡൽഹി മുതലേ ഞങ്ങൾ പരിചയമുള്ളവരുമാണ്. ആ ബന്ധം ഇന്നും നിലനിൽക്കാനിടയായി. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ ഷാജി കെ ദാനിയലിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. അവർ കൂടി ചെയ്യുന്ന ഇവർ രണ്ടുപേരും പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായി സേവനമനുഷ്ഠിക്കുന്ന ഈ ബൈബിൾ കോളേജ് അനേകർക്ക് അഭ്യസനം കൊടുത്ത് കർത്താവിൻ്റെ ബൈബിൾ പ്രദേശത്തെ ഇറക്കിവിടത്തക്ക നിലയിൽ കൊടുക്കുന്ന പ്രവർത്തനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ മുഖവരിയായിട്ട് അധികം ഒന്നും പറയാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും വന്ദനം. എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ ടെലിഫോൺ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് സമയം പോലെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞ് ഊനായിൽ തൂടിയ ടി വിയിൽ 1 മണിക്കൂർ ക്ലാസ് എടുത്തതിന് ശേഷം പെട്ടെന്ന് ഓടി വന്ന് കയറുകയായിരുന്നു. അതേ, ദൈവത്തിൻ്റെ വചനം, അതെ, ഞാനും ഇങ്ങനെ ഉത്സാഹിച്ച് പഠിപ്പിക്കുന്ന ഉദ്ദേശം ചില ശിഷ്യഗണത്തെ വാർത്തെടുക്കുക, കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് പ്രയോജനമുള്ളവരായി തീരുക, ദൈവജനത്തിൽ അഭ്യസനം കൊടുക്കുക. ഇതാണ് എൻ്റെ 76 വയസ്സ് കഴിഞ്ഞ എനിക്ക് 76 വയസ്സായി. ആ നിലയിൽ ദൈവ ശുഷ്കാന്തിയോടെ, ആരോഗ്യത്തോടെ, നല്ല മെമ്മറിയോടെ എൻ്റെ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ ചിന്തിക്കാൻ പോകുന്ന വിഷയം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിക്കാൻ പോകുന്നത്. വെളിപ്പാട് 1-ന്റെ 4 മുതൽ 7 വരെ. ആദ്യമേ അമിത വായിക്കാം. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്: ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനായവന് എന്നേക്ക് മഹത്വവും ബലവും. ആമേൻ. മേഘരൂഢനായി വരുന്നു. ഏതു കണ്ണും അവനെ കുത്തിത്തുളച്ചു വരും. അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. ആമേൻ. അടുത്ത വാക്യം നമ്മൾ റിച്ചു വായിക്കണം. അതെ, ഞാൻ ഇത്രയും പ്രായമുള്ളവരായതുകൊണ്ട് സിസ്റ്റർ വിളിക്കേണ്ട ആവശ്യമില്ല. എല്ലാം എൻ്റെ കുഞ്ഞുങ്ങളാണ്. ദൈവം വരെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ചിന്തിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് വളരെ ആഴമേറിയ കാര്യങ്ങൾ പഠിച്ചു. അതിൻ്റെ അകത്ത് ഭാഗ്യവാന്മാർ ആരൊക്കെയാണെന്നുള്ളത് അതിൻ്റെ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം നമ്മൾ പഠിച്ചു. ഈ വചനം വായിച്ച് കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു മുന്നറിയിപ്പാണ് സമയം അടുത്തിരിക്കുന്നു. സമയത്തെക്കുറിച്ച് നമുക്ക് നല്ല നിശ്ചയം ഉണ്ടായിരിക്കണം. ഇത് പഠിക്കാൻ തക്കവണ്ണം നല്ല താല്പര്യം ഉണ്ടായിരിക്കണം. ഇത് പഠിക്കാതിരിക്കാൻ തക്കവണ്ണം സാത്താൻ ശക്തിയോടെ പ്രവർത്തിക്കും. ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മളെ മടി കാണിക്കും. അതുകൊണ്ട് ആദ്യം മുതൽ പഠിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വെളിപ്പാട് പുസ്തകം പഠിക്കാൻ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എന്നാൽ വെളിപ്പാട് പുസ്തകത്തോടാണ് ശത്രുവിന് ഏറ്റവും വലിയ വിരോധം. അതിനെ നമുക്ക് ജയിക്കണം. സമയം അടുത്തിരിക്കുന്നു. സമയത്തെക്കുറിച്ച് നമുക്കൊരു നല്ല വിചാരം ഉണ്ടായിരിക്കണം. പഴയ നിയമകാലത്ത് സമയം വിളിച്ചു പറയുന്നത് ഒരു കാവൽക്കാരൻ ഒരു ഗോപുരത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്. അന്ന് ആരെങ്കിലും സമയം അറിയാൻ തക്കൊണ്ട് ചോദിക്കുമ്പോൾ, യശയാപ്രവചനത്തിൽ ആ ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സമയം അറിയാൻ ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം, കാവൽക്കാരാ രാത്രി എന്തായി? അത്യാവശ്യമായി സമയം അറിയാൻ തക്കൊണ്ടും ചോദിക്കാൻ വന്നതാണ്. ഉടനെ കാവൽക്കാരൻ പറയാണ്, സമയം അല്ല പറയുന്നത്, രാത്രിയും പകലും വന്നിരിക്കുന്നു. ഇതാണ് മറുപടി. രാത്രിയും പകലും വന്നിരിക്കുന്നു. അതിനകത്ത് വലിയൊരു ആത്മീയ അർത്ഥമുണ്ട്. അതേ, ഈ ലോകമനുഷ്യർക്ക് കൈവിടപ്പെട്ടു പോകുന്നവർക്ക് ഒരു രാത്രി വരുമ്പോൾ നമുക്ക് ഒരു പകല് വരുന്നു. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായത്തിൽ രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. ആകയാൽ ഈ ലോകമനുഷ്യർക്ക്, മഹാപീഠത്തിൽ കൂടി കടന്നു പോകുന്നവർക്ക് ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു രാത്രി വരുമ്പോൾ നമുക്കൊരു പകല് വരുന്നു. അത് നമ്മുടെ കർത്താവിൻ്റെ വരവാണ്. ആ ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. സമയം അടുത്തിരിക്കുന്നു എന്നുള്ള ഒരു നല്ല ഉറപ്പുണ്ടായിരിക്കണം. കർത്താവായ യേശു ഈ ലോകത്തിലായിരുന്നപ്പോഴും സമയത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതെങ്ങനെയാണ്? അത് ആകാരം ശമരിയിൽ വെച്ച് ശിഷ്യന്മാർ കൊണ്ടുവന്നപ്പോൾ ഗുരു ആകാരം കൊണ്ടുവന്നിട്ടുണ്ട്,
കർത്താവായ യേശു ശമരിയ സ്ത്രീയോട് സുവിശേഷം പറഞ്ഞ് അവൾ രക്ഷിക്കപ്പെട്ട് ക്രിസ്ത്യാനിയായി ശമരിയ പട്ടണത്തിലെ ആൾക്കാരെല്ലാം വിളിച്ചുകൊണ്ട് വന്ന ആ ചരിത്രം നമുക്കറിയാം. ആ സമയം നോക്കിയാണ് ഈ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ശിഷ്യന്മാർ ആഹാരം കൊണ്ടുവരുന്നത്. ഗുരു ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. കർത്താവ് പറഞ്ഞ വാചകം അറിയാമോ? എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. അപ്പൊ സമയത്തെക്കുറിച്ച് പകൽ വലിയ ബോധ്യം കർത്താവിനുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു കുരുടൻ, പിറവിയിലെ ഒരു കുരുടനെ അത് ശിഷ്യന്മാർ കണ്ടപ്പോൾ, കർത്താവെ, ഇവന്റെ പാപനിമിത്താണോ ഇവന്റെ അമ്മയപ്പന്മാരുടെ പാപനിമിത്താണോ ഇവനിങ്ങനെ കുരുടനായെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, ഇവന്റെ പാപനിമിത്തമല്ല, ഇവന്റെ അമ്മപ്പന്മാരുടെ പാപനിമിത്തമല്ല, ദൈവപ്രവൃത്തി അവങ്കിൽ വെളിപ്പെടാനാണ്. അടുത്തായിട്ട് പറഞ്ഞ വാചകം കേൾക്കണമോ? ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. അതുകൊണ്ട് സമയത്തെക്കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരാണ്. കുറഞ്ഞ വർഷം കൊണ്ട്, ചുരുങ്ങിയ കാലയളവ് കൊണ്ട് കർത്താവ് ചെയ്യാനുള്ള എല്ലാ പ്രവൃത്തിയും തികച്ചു. എല്ലാം തികച്ചതിന് ശേഷമാണ് കർത്താവ് സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. ക്രൂശിന്മേൽ പറഞ്ഞു, പിതാവേ, സകലം നിവൃത്തിയായി, ഇനി പൂർത്തീകരിക്കാൻ കൊണ്ട് ഒന്നുമില്ല. നമ്മളെ ദൈവം തമ്പുരാൻ ഒരു സ്ഥാനത്താക്കിയിരിക്കുന്നത് പ്രവൃത്തി തികയ്ക്കാനാണ്, അലസന്മാരായി ജീവിക്കാനല്ല. ഉദാസീനതയോടെ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം, സമയത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണം. ഇവിടെ 1-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ അമിത ഇപ്പോൾ വായിച്ചേൽപ്പിച്ചത്. അതിൽ 4-ാമത്തെ വാക്യം, യോഹന്നാൻ ആസിയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും പുരാചക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. അതിന്റെ ഓരോ വാക്കെടുത്ത് ഇന്ന് രാത്രികാലം നമുക്ക് ചിന്തിക്കാം. യോഹന്നാൻ ആസിയിലെ 7 സഭകൾക്കും എഴുതുന്നത്. ആസിയ എന്ന് പറയുന്ന ആ പ്രദേശത്തെക്കുറിച്ച്, അവിടെ സുവിശേഷം വന്നെത്തിയത് എങ്ങനെയാണെന്നുള്ളത് തിരുവചനത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം, ഞാൻ ചില വാക്യങ്ങൾ ഞാൻ തന്നെ അങ്ങ് ഓടിച്ച് പറഞ്ഞു വിടുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അപ്പൊല്ലോസ് കൊരിന്തിയിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. ആസിയിലുള്ള ഒരു സഭയാണ് എഫെസോസ് എന്ന് പറഞ്ഞ സ്ഥലം. ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ഉടനെ ചോദിച്ച ചോദ്യം, എന്നാൽ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? അത് യോഹന്നാൻ സ്നാപകന്റെ സ്നാനമാണ്. എന്നാൽ അതിന് സമയം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞ് അവരോട് സുവിശേഷം അറിയിച്ച് അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി. അതെ, അങ്ങനെയാണ് ആസിയുടെ പ്രവർത്തനം. അതിനു മുമ്പ് തന്നെ അക്വിലാസും പ്രിസ്കിലും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെയും അങ്ങനെ പ്രവർത്തിച്ച് ഇപ്പോൾ അവിടെ ഒരു സഭ രൂപീകരിക്കപ്പെടാൻ തക്കനിടയായി. അവിടെ തുറന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പൗലോസ് അന്ന് മുതൽ അവിടുത്തെ പള്ളിയിലൊക്കെ ചെന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. അവരിന്ന് വലിയ എതിർപ്പുണ്ടായപ്പോൾ, നിങ്ങൾ വാക്യങ്ങൾ സമയത്ത് എഴുതിയെത്തണം. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 19-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ വലിയ എതിർപ്പുണ്ടായപ്പോൾ ആ പൗലോസ് കൊർന്നല്യോസിന്റെ പാഠശാലയിൽ പോയി 2 വർഷക്കാലം ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചു. അങ്ങനെ ആസിയിലുള്ളവരെല്ലാവരും അനേകർ വന്ന് ദൈവവചനം കേൾക്കുവാനിടയായി. അങ്ങനെ ഉളവായ സഭകളാണ് ആസിയിലെ സഭ. ഇവിടെ ആസിയ എന്ന് പറഞ്ഞത് ഏഷ്യ ഭൂഗണത്തെ ഉദ്ദേശിച്ചല്ല. അക്കാലത്ത് അത് ഇവിടെ ആസിയ എന്ന് ഉദ്ദേശിച്ചത്, അക്കാലത്തെ അതിന്റെ പേരുകൾ ഫ്രിഗിയ, മുസിയ, എറിയ, ലുദിയ, ഈ സ്ഥലങ്ങളെല്ലാം കൂടെ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ് ആസിയ അല്ലെങ്കിൽ ഏഷ്യ മൈനർ എന്ന് വിളിച്ചത്. നമ്മൾ അതൊന്നും എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇത്രയും കാര്യം ഓർത്താൽ മതി, ഇന്നത്തെ ടർക്കിയിലാണ് ഈ സഭകളെല്ലാം. അവിടെ അനേക സഭകൾ പൗലോസിന്റെ കൊർന്നല്യോസിന്റെ പാഠശാലയിലുള്ള പ്രവർത്തന മുഖാന്തരം ആസിയയിലുള്ള എല്ലാവരും ദൈവത്തിന്റെ വചനം കേട്ടു. പിന്നെ അർത്തമിസ് മഹാദേവിയെ കുറിച്ചുള്ള വലിയൊരു തർക്കം ഉണ്ടായതൊക്കെ നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 19 മുതലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 19-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പൗലോസിന്റെ 2ാം മിഷണറി യാത്രയിൽ അവരുമായിട്ട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ
അവിടെ താൻ അവരുമായി സംസാരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. 3 സംവത്സരം ഞാൻ ആസിയിൽ താമസിച്ച് നിങ്ങളോട് ദൈവത്തിന്റെ വചനം പറഞ്ഞ് നിങ്ങൾ ഓർത്തുകൊള്ളണമെന്ന് ആ പ്രസംഗമൊക്കെ നിങ്ങൾ ഒന്ന് കേൾക്കണം. ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ ഞാൻ ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ നിങ്ങളോട് അറിയിച്ചത് നിങ്ങൾ ഓർത്തുകൊള്ളണം. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കാൻ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. ഞാൻ 3 സംവത്സരം. അപ്പോൾ ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യത്ത്, ടർക്കി നമുക്ക് ഈസിയായിട്ട് അറിയാവുന്ന ഒരു പേരാണ്. ഇന്നത് മുസ്ലിമുകളുടെ കയ്യിലാണ്. അവിടെ അനേക ക്രിസ്തീയ സഭകളുണ്ടായിരുന്നു. ഇന്ന് അത് മുസ്ലിം അത് പിടിച്ചടക്കി 7-ാം നൂറ്റാണ്ട് മുതൽ അവരത് മുമ്പ് റോമാക്കാരുടെ കൈവശമായിരുന്നു. അത് പിടിച്ചടക്കി അത് ടർക്കി മുസ്ലിം കൺട്രി ആയിട്ട് അവിടെയുള്ള ജനം മാറ്റുവാൻ കൊണ്ടിയായി. അവിടുത്തെ പല പള്ളികളും അവർ ഇടിച്ചു കളയുവാൻ കൊണ്ടിയായി. ഇന്നും അവിടെ ക്രിസ്ത്യാനികളും ക്രിസ്തീയ പള്ളികളും ഉണ്ട്. അവിടെ സഞ്ചരിച്ചത് വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഈ 7 സഭകളും ആൾക്കാരെ പോയി കാണുന്ന സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. ഞാൻ പറഞ്ഞു വന്നിട്ട് എൻ്റെ ലെക്ചർ ഇച്ചിരി സ്പീഡ് കൂടി പോകുന്നെങ്കിലും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഈ മുഖവര പറയുന്നത്. ആസിയ എന്ന് പറയുന്നത് ഇന്നത്തെ തുർക്കിയാണ്. ആ തുർക്കിയിലാണ് ഈ 7 സഭകളുടെ കാര്യമാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. 7 സഭകൾ: എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തീര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക. എന്നാൽ ഈ 7 സഭകളെ കൂടാതെ വീണ്ടും അവിടെ സഭകൾ ഉണ്ടായിരുന്നു. ഈ ഏരിയ 300 മൈൽ നീളവും 150 മൈൽ വീതിയുമുള്ള ഈ പ്രദേശമാണ് ഏഷ്യ എന്ന പേരിൽ അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. 300 മൈൽ നീളം, 150 മൈൽ വീതിയുള്ള ഈ നഗരത്തിലാണ് പൗലോസിന്റെ 3 വർഷത്തെ പ്രവർത്തന മുഖാന്തരം ഈ സഭകൾ ഉളവാകുവാനിടയായത്. ഈ സഭകൾ മാത്രമല്ല, വീണ്ടും സഭകൾ ഉണ്ടായിരുന്നു. ത്രോവാസ് എന്ന് പറയുന്ന ഒരു സഭ അവിടെ ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 5-6 വാക്യങ്ങൾ അത് വായിച്ചാട്ട് റിച്ചു വായിച്ചാട്ട് സ്പീഡി വായിക്കണം. അവർ മുൻപേ പോയി ത്രോവാസിൽ ഞങ്ങൾക്കായി കാത്തിരുന്നു. ഞങ്ങളോ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫിലിപ്പിയിൽ നിന്ന് കപ്പൽ കയറി 5 ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുക്കലെത്തി 7 ദിവസം അവിടെ പാർത്തു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് അർദ്ധരാത്രി വരെയും പ്രസംഗം നീട്ടി. ഞങ്ങൾ കൂടി അപ്പൊ അവിടെ സഭയുണ്ടായിരുന്നു. മനസ്സിലാക്കണം. ത്രോവാസിൽ ഇതും ആസിയിൽപ്പെട്ട സ്ഥലമാണ്. അതിന് താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യൂത്തിക്കോസ് എന്ന് പറയുന്ന ഒരുത്തൻ അതിന്റെ വാതിലിന്റെ അടുത്ത് ഇരുന്ന് ഉറങ്ങി. അവൻ ഉറക്കം തൂങ്ങി താഴെ പോയ ചരിത്രമൊക്കെ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ അപ്പം നുറുക്കുവാൻ ഞങ്ങൾ കൂടി വന്നപ്പോൾ അപ്പൊ ആസിയിൽ ഉണ്ടായിരുന്ന ഒരു സഭയാണ് ത്രോവാസിൽ ഒരു സഭയുണ്ടായിരുന്നു. അന്ന് പാതിര വരെ പിറ്റന്നാൾ അവിടുന്ന് പൗലോസിന്റെ 2-ാം മിഷണറി യാത്രയാണ്. ആ യാത്രയിൽ അത് യെരുശലേമിൽ എത്രയും വേഗം എത്തിച്ചേരാൻ തക്കവണ്ണം താൻ ധൃതി വെച്ചതുകൊണ്ട് താൻ പ്രസംഗിച്ച് പാതിര വരെ പ്രസംഗം നീട്ടി. അപ്പോഴാണ് നമ്മുടെ ഇടയിൽ ചിലരൊക്കെ ഉറങ്ങുന്ന പോലെ യൂത്തിക്കോസ് അവിടെ ഉറങ്ങിയിരുന്നെല്ലാം കേട്ട് മാറിയ മുറിയിൽ നിന്ന് താഴെ പോയപ്പോഴത്തേക്ക് അത് അവിടെ വലിയ പ്രശ്നമായി. അത് എന്നൊക്കെ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. അത് ഒന്ന് അവിടെ ത്രോവാസ്. 2-ാമത് കൊലോസ്യർ 4:13 നമ്മുടെ മോളി വായിച്ചാട്ടെ. മോളി ഇത്രയും താമസിക്കണ്ടേ? നിങ്ങൾക്കും ലൗദിയക്കാർക്കും വീരപ്പലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ലൗദിക്കയിലെ സഹോദരന്മാർക്കും നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലുവേൻ. അവിടെ ഈ കൊലോസ്യ എന്ന് പറയുന്ന ആ സഭയ്ക്ക് എഴുതുന്ന ലേഖനം, അത് ഈ കൊലോസിയും നമ്മുടെ തുർക്കിയിൽപ്പെട്ട ഒരു രാജ്യമായിരുന്നു. ഇതും പൗലോസിനെ സ്ഥാപിച്ചതാണ്. അതും ഈ സഭയും ഈ 7 സഭകളുടെ കൂടെ വരുന്നില്ല. അവിടെ വേറെയും ചില സഭകളുടെ പേര് പറയുന്നുണ്ട്. ആ ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ഹിയറപ്പോലി, അതുപോലെ ത്രോവാസ്, ഗലാത്യ സഭകളെ അവിടെ ഗലാത്യ സഭകൾ എഴുതിയിട്ടുണ്ട്. ലവോദിക്കക്കാർ എഴുതിയിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. അപ്പം ഈ ലേഖനം കൊലോസ്യ ഈ തുർക്കിയിൽപ്പെട്ട രാജ്യമാണ്. ഹിയറപ്പോലിസ് അവിടെ പദം എഴുതിയിട്ടുണ്ട്. അതും ഈ തുർക്കിയിൽപ്പെട്ട രാജ്യമാണ്. ഗലാത്യ സഭകളുണ്ടല്ലോ, ഗലാത്യ ലേഖനമൊക്കെ വായിച്ചില്ലേ? ഗലാത്യ ഏരിയ വടക്ക് ഭാഗത്തുള്ള ഒരു
ഏറിയാണ് ഈ ഗലാത്യ സഭകൾ സ്ഥിതി ചെയ്യുന്നത്, തുർക്കിയിൽ. ഈ സഭകളെല്ലാം തുർക്കിയിൽപ്പെട്ട സഭകളായിരുന്നു. പൗലോസ് എത്ര കഠിനാധ്വാനം ചെയ്താണ് ഈ സഭകൾ സ്ഥാപിച്ചത്, ഒരു വിശ്രമമില്ലാതെ. ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചത്, പൗലോസ് തന്റെ ജീവകാലത്ത് യാത്ര ചെയ്തത് 30,000 മൈലാണ്. 30,000 മൈൽ യാത്ര ചെയ്ത് സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ കഠിനാധ്വാനം ചെയ്ത് തന്റെ ക്ഷീണം അഹമിക്കാതെ എങ്ങനെയെങ്കിലും ആത്മാക്കൾ കർത്താവിലേക്ക് കടന്നു വരണമെന്നുള്ള ആവേശത്തോടുകൂടി ആസിയിൽ 3 വർഷം അനേക പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി അതിനെ തരണം ചെയ്തുകൊണ്ട് സ്ഥാപിച്ച സഭകളാണ് ഈ ആസിയിലെ സഭകളെല്ലാം. അതുപോലെ വേറൊരു സഭയുണ്ട്, മിലത്തോസ്. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 20:17 ആനി വായിച്ചാട്ടെ. 20:17 ഈ തന്ന വാക്യങ്ങളൊക്കെ യഥാസമയം എഴുതി അർത്ഥവാക്യം എടുത്തു വെക്കണം കേട്ടോ. അല്ലെ നിങ്ങൾ പറയുന്നില്ലെങ്കിൽ ഞാൻ വായിക്കുന്നത് ഞാനങ്ങ് പറഞ്ഞുവിടും. മിലേത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ചു, സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അവിടെ മിലേത്തോസ് എന്ന് പറയുന്നതും ഈ ആസിയിൽപ്പെട്ട തുർക്കിയിൽപ്പെട്ട ഒരു പ്രദേശമാണ്. മിലേത്തോസിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അവരെ സന്ദർശിച്ചപ്പോൾ എഫെസോസിൽ നിന്ന് മൂപ്പന്മാരെ വരുത്തിയതായ കാര്യമാണ് നമുക്കവിടെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. അപ്പൊ കുറഞ്ഞ പക്ഷം എന്തുമാത്രം സഭകൾ, അതിന്റെ എണ്ണം എനിക്കറിയത്തില്ല. ഗലാത്യ സഭകൾ എന്നാണ്. ഗലാത്യ സഭകൾ, അതുപോലെ കൊലോസിയ, ഹിയറപ്പോലിസ്, ത്രോവാസ്, ഗലാത്യ സഭകൾ, ഇതൊക്കെ വായിക്കുന്നു. നമ്മൾ 1 കൊരിന്ത്യർ 16-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പൗലോസ് 1 കൊരിന്ത്യർ എഴുതിയെടുത്താൽ മതി 16:8 അതേ പൗലോസ് പറയുന്നത്, ഞാൻ വാക്യങ്ങൾ എഴുതി അയച്ചിട്ട് നിങ്ങൾ എടുക്കാൻ താമസിക്കുന്നു. 1 കൊരിന്ത്യർ 16, അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു വിടുകയായിരുന്നെങ്കിലോ. 1 കൊരിന്ത്യർ 16:8 അവിടെ നമ്മൾ വായിക്കുന്നു, എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും. എഫെസോസിൽ ഞാൻ പെന്തക്കോസ് വരെ പാർക്കും കേട്ടോ. അന്ന് എഫെസോസിൽ ഞാൻ പെന്തക്കോസ് വരെ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു പെന്തക്കോസ് വരുന്നത് വരെ ഞാൻ എഫെസോസിൽ പാർക്കും. അതിന്റെ ആത്മീയാർത്ഥം ചിന്തിച്ചാട്ടെ. എഫെസോസ് എന്ന് പറഞ്ഞാൽ അയഞ്ഞതെന്നാണ്. അയഞ്ഞ ഈ സ്ഥലത്ത് ഒരു പെന്തക്കോസ് ഉണ്ടാകുന്നതിന് പറഞ്ഞ് ഞാൻ താമസിക്കും. പൗലോസിന്റെ തീരുമാനം. അതൊരു പ്രസംഗമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഒരു പെന്തക്കോസ് ഉണ്ടാകാതെ ഒരൊറ്റ നിമിഷം ഞാൻ ഇവിടെ പോകത്തില്ല. പെന്തക്കോസിന്റെ ശക്തി വ്യാപരിച്ചിട്ട്. എന്നിട്ട് അടുത്തായിട്ട് 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എനിക്ക് വലിയതും സബലവുമായ ഒരു വാതിൽ തുറന്നു കിട്ടി. അങ്ങനെ സ്ഥാപിച്ച സഭകളാണിത്. അദ്ദേഹം അവിടെ താമസിച്ചപ്പോൾ, എഫെസോസിൽ താമസിച്ചപ്പോൾ പറയാണ്, ഞാൻ പെന്തക്കോസ് വരെ താമസിക്കും. ദൈവമക്കളുടെ തീരുമാനം. പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഒരു പെന്തക്കോസിന്റെ ശക്തി വ്യാപരിച്ചിട്ട് വേണം കർത്താവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഏർപ്പെടാൻ. അവിടെ വായിക്കുമ്പോൾ അങ്ങനെ എഫെസോസിൽ ഞാൻ പെന്തക്കോസ് വരെ പാർക്കും. ഒരു ശക്തി ഉണ്ടാകുന്നതിന് വരെ, പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുക്കുന്ന ആളും വരെ ഞാൻ ഇവിടെ പാർക്കും എന്നുള്ള തീരുമാനത്തിൽ അതേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്ത വാചകം, എനിക്ക് വലിയതും സബലവുമായ ഒരു വാതിൽ തുറന്നു കിട്ടി. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. അങ്ങനെ തുറന്നു കിട്ടിയ വാതിലാണ് ഈ കൊലോസ്യ സഭ, ഹീറപ്പോലിസ്, ത്രോവാസ്, മിലേത്തോസ്, ഗലാത്യ സഭകൾ, എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തേര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക, ഈ സഭകളെല്ലാം ദൈവത്തിന് സ്തോത്രം. ഇനി നമ്മൾ ചിന്തിക്കാവുന്നത്, അത് ഈ 7 സഭകളെ മാത്രം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തേര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക, ഇത്രയും സഭകൾ ഉണ്ടായിരുന്നപ്പോൾ ദൂതറിയിപ്പാൻ ഈ സഭകളെ മാത്രം എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു? കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഭ സ്ഥാപിച്ചത് പെന്തക്കോസ്റ്റ് നാളിലാണ്. അതേ മർക്കോസിന്റെ മാളിയിൽ വെച്ചാണ് സഭയ്ക്ക് അടിസ്ഥാനം ഇട്ടത്. അതിനു മുമ്പ് ഞാൻ പണിയും എന്നാണ് പറഞ്ഞത്. മത്തായി 16:18 ഞാൻ സഭയെ പണിയുമെന്നാണ് പറഞ്ഞത്. എന്നാൽ പണി നടന്നത് പെന്തക്കോസ്റ്റ് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആന്റെ സ്നാനത്താൽ സഭ രൂപീകൃതമായി. അപ്പോസ്തലപ്രവൃത്തി 2:47 വായിക്കുമ്പോൾ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പം സഭ ആരംഭിച്ച ആ കാലം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് വരെയുള്ള 7 കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ 7 സഭകൾ. 7 കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ 7 സഭകൾ. എന്നാൽ അത് നമ്മുടെ ഈ 2-3 അധ്യായങ്ങൾ പഠിച്ചു കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. എഫെസോസ് എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് AD 70 മുതൽ 170 വരെയാണ്. ആ സമയത്ത് ഞാൻ അതിൻ്റെ അതേ അർത്ഥങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. സഭ നല്ല ഉണർവിരുന്നപ്പോൾ എഫെസോസ് സഭ ആദ്യ സ്നേഹത്തിന് അയഞ്ഞുപോയി. പിന്നെ സ്മുർണയുടെ കാലഘട്ടം, പിന്നെ പെർഗമോസിന്റെ കാലഘട്ടം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് വരെയുള്ള 7 കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ സഭ. മറ്റ് സഭകളെടുത്ത കൊലോസ്യ സഭ ഈ നിലയിൽ വന്നിട്ടില്ല.
ആ സഭകളെ എടുത്ത് ഇതുപോലെ കാലഘട്ടത്തെ നിർണ്ണയിക്കാൻ തക്കണൊക്കത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രത്യേകമായി സഭകളെ തെരഞ്ഞെടുത്ത് കർത്താവായ യേശു ക്രിസ്തു സഭ സ്ഥാപിച്ച പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവിന്റെ വരവ് വരെയുള്ള 7 കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ 7 സഭകൾ. ആസിയിലെ 7 സഭകൾക്കും എഴുതുന്ന ഈ ലേഖനം എത്ര അത് ആഴമേറിയ ദൂതാണെന്നുള്ളത് നമ്മൾ ഇനിയും പഠിക്കാൻ തക്കണം പോകുന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ലവോദിക്ക പീരീഡിലാണ്. ലവോദിക്ക പീരീഡ് ശീതവാനും അല്ല ഉഷ്ണവാനും അല്ലാത്ത ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ആകയാൽ നമ്മൾ ഉണരേണ്ട സമയമാണ്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. വെളിപ്പാട് 4-ാം അധ്യായം എന്നിട്ട് പറയാണ്, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന്. ഇവിടെ വായിക്കുന്നു, ആസിയിലെ 7 സഭകൾക്ക് എഴുതുക. ഞാൻ 2ാമത്തെ വിഷയത്തിലേക്ക് വരികയാണ്. 7 സഭകൾ. അതിൽ 7 എന്ന് പറയുന്നത് ദൈവത്തിന്റെ പൂർണ്ണസംഖ്യയായിട്ടാണ് നമുക്ക് ഇതിൽ കാണുവാൻ തക്ക കഴിയുന്നത്. 7 എന്നുള്ള സംഖ്യ പൂർണ്ണസംഖ്യയാണ്. 5 എന്നുള്ള സംഖ്യ കൃപയുടെ സംഖ്യയാണ്. ഗോലിയാത്തിനെ കൊല്ലാൻ തക്കവണ്ണം ദാവീദ് 5 കല്ലുകൾ എടുത്തായിട്ട് നമ്മൾ വായിക്കുന്നില്ലേ? ദൈവവചനത്തിൽ 5 കൃപയുടെ സംഖ്യയായിട്ടാണ് കാണുന്നത്. 7 എന്ന് പറയുന്ന സംഖ്യ പൂർണ്ണതയെ കാണിക്കുന്നു, പൂർണ്ണ അനുഭവത്തെ. വെളിപ്പാട് പുസ്തകത്തിൽ 54 പ്രാവശ്യം 7 എന്നുള്ള സംഖ്യ നമുക്ക് കാണുവാൻ തക്ക കഴിയും. 54 പ്രാവശ്യം. ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് വിവരിക്കാം. അതുപോലെ തന്നെ അത് 7 ദൈവിക പൂർണ്ണതയുടെ സംഖ്യയായ ഒരു സംഖ്യ ആയതുകൊണ്ട് അതിന്റെ പ്രത്യേകത 7 എന്നുള്ള കാര്യം പറഞ്ഞ് തിരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 7 ഭാഗ്യവാന്മാരെ കുറിച്ച് പഠിച്ചു. 7 ഭാഗ്യവാന്മാർ. ഇനി അതുപോലെ തന്നെ കർത്താവിന്റെ വരവിനെ കുറിച്ച് 7 എന്നുള്ള സംഖ്യ കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. 7 പ്രാവശ്യം കർത്താവിന്റെ വരവിനെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പെട്ടെന്ന് എടുത്ത് വായിച്ച് എന്നെ സഹായിക്കണേ. നമുക്ക് 1 മിനിറ്റ് പോലും കളയാൻ സമയമില്ല. ഇനി അരമണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ, നിങ്ങളൊന്ന് ശക്തിയോടെ ഉത്സാഹിച്ച ആത്മ നിറവിൽ നിങ്ങളുടെ വായനയ്ക്ക് എത്ര പ്രത്യേകത എന്നറിയാമോ? ഇനി ബിൻസിയാണ് വായിക്കേണ്ടത്. 7 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. 1-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കട്ടെ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഇതാ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ആവർത്തിച്ച് പറയുന്ന ഒരു പദമാണ് ഇതാ. അതാണ് ഒന്നാമതായിട്ട് കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഇനി 3-ാം അധ്യായം 3-ാം വാക്യം. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. കർത്താവിന്റെ വചനം 2ാമത് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ കള്ളനെ പോലെ വരും. കേട്ടോ, കള്ളനായിട്ടല്ല, കള്ളനെ പോലെ. കള്ളൻ എന്തിനാ വരുന്നത്? വീട്ടിലെ പൊട്ടി ചട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകാനാണോ? അത് നമ്മുടെ അച്ഛമ്മയുടെ വീട്ടില് അത് അവിടെ കിടക്കുന്ന പൊട്ടി ചട്ടിയൊക്കെ എടുക്കാനാണോ കള്ളൻ വരുന്നത്? അവിടുത്തെ ഏറ്റവും വലിയ നിധി എടുത്തോണ്ട് പോകാൻ കള്ളന്തൊക്കെ കണക്ക് കൂട്ടിയാണ് വരുന്നത്. എവിടെയാണ് ഇന്ന് ബാങ്കിൽ നിന്ന് എടുത്ത പണം കൊണ്ട് വെച്ചെന്നൊക്കെ കണക്ക് കൂട്ടിയാണ് വരുന്നത്. അതൊക്കെ എടുക്കാനാണ് വരുന്നത്. ഏറ്റവും നല്ലത് നമ്മുടെ കർത്താവ് കള്ളനെ പോലെ വരുന്നത് പൊട്ടിയ കാലമൊന്നും എടുക്കാനല്ല വരുന്നത്. കറ ചുളുക്കം ഒന്നും മാലിന്യമില്ലാത്ത തന്റെ മണപാട്ടിയെ ചേർക്കാനാണ് നമ്മുടെ കർത്താവ് വരുന്നത്. ആ കർത്താവ് പറയാണ്, ഞാൻ കള്ളനെ പോലെ വരും. 3-ാം അധ്യായം 11-ാം വാക്യം. നീ ഓരോരുത്തരുടെ പേര് പറഞ്ഞ വായിച്ചു. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഇതാ ഞാൻ വേഗം വരുന്നു. വെളിപ്പാട് പുസ്തകം. വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതെ വണ്ണം നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. ഇതൊക്കെ എക്സാമിനേഷൻ വരും കേട്ടോ. 6 മാസം കഴിയുമ്പോൾ ഒരു എക്സാമിനേഷൻ ഉണ്ട്. ആ സമയത്ത് ഞാൻ എവിടെയൊക്കെ ചോദിക്കുന്ന അറിയത്തില്ല. 15 ക്വസ്റ്റ്യനേ ഉള്ളൂ. അത് പാസ്റ്റർ ലാലുവാണ് ആ പേപ്പറൊക്കെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ അദ്ദേഹത്തിന് ആൻസർ നേരത്തെ കൊടുക്കും. അദ്ദേഹമാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പരസ്യമായിട്ട് വായിക്കുകയാണ്. നിങ്ങൾ ഉത്തരം എഴുതണം. വളരെ ട്രിക്ക് ക്വസ്റ്റ്യൻ ആണ്. അത് അന്നേരമാണ് അയ്യോ എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിച്ച്. ഇപ്പൊ 100 പേര് ഫസ്റ്റ് മേടിക്കുകയാണെങ്കിൽ 100 പേർക്കും കാഴ്ചപ്പാട്. അതാണ്. ഇതിനകത്ത് 200 പേരാണെങ്കിൽ 200 പേർക്കും കാഴ്ചപ്പാടുണ്ട്. ഞാൻ ചുമ്മാതെ പറഞ്ഞാന്ന് വിചാരിക്കരുത്. മറ്റു സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ച് നോക്കി എഴുതാതെ പോയ പ്രിയപ്പെട്ടവരൊക്കെ അയ്യോ എന്ന് പറഞ്ഞ് വിഷമിച്ച അത് കരഞ്ഞ അനുഭവങ്ങളൊക്കെ അത് നമ്മുടെ തൃശ്ശൂരിലെ ഹോൾ തിയോളജിക്കൽ ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ അത് പ്രിൻസിപ്പളായിരിക്കുന്ന കുര്യച്ചനോട് ചോദിച്ചാൽ മതി. കുര്യച്ചൻ ഭാഷ അദ്ദേഹം പറയും,
അന്നമ്മ ഒരുപാട് കരഞ്ഞെന്നൊക്കെ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഒരു കടന്നു വരാം. ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കൊണ്ണം നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. ഇനിയും 16-ാം അധ്യായം 15-ാം വാക്യം. ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. കർത്താവ് വീണ്ടും പറയാണ്, ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാർ തന്റെ ഉടുപ്പും അത് സൂക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. അത് ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ നമ്മൾ വായിച്ചൊരു വാക്യമാണ്. വീണ്ടും കർത്താവ് പറയാണ്, ഞാൻ കള്ളനെ പോലെ വരും. നമ്മൾ ഉണർന്നിരിക്കേണ്ടതായ ആവശ്യമുണ്ട്. ഇനി 22-ാം അധ്യായത്തിൽ 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 22:7 വായിച്ചേ. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ ഭാഗ്യവാൻ. നിങ്ങൾ വാശി വായിച്ചോന്ന് എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ഒന്നും ഉറങ്ങുന്നവരൊന്നും ഉണർന്നുവല്ലോ. ഇവിടെ വായിക്കുന്നുണ്ട് അറിയാമോ? ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു കേട്ടോ. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. 22:7. 22:12 വായിച്ചേ. മറ്റൊരാളെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കോണം കൊടുക്കുവാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കോണം പകരം കൊടുക്കാൻ എന്റെ പക്കലുണ്ട്. അവസാനമായി 22:20 വായിച്ചാട്ടെ. 22:20. ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നുവെന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. നോക്കണേ, അപ്പൊ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രാധാന്യത എത്ര വലുതാണെന്ന് ചിന്തിച്ചേ. നമ്മൾ ചിന്തിച്ചു നോക്കിയേ. ഇപ്പോഴും പലരും ഉദാസീനത നടക്കുന്നുണ്ട്. ഇത്രയും നാളും നോക്കിയിരുന്നിട്ട് കർത്താവ് വന്നില്ല. നമ്മുടെ പിതാക്കന്മാരെല്ലാം നോക്കിയിരുന്നു. പാസ്റ്റർ ടി ഉമ്മച്ചന്റെ ഒക്കെ കാലത്ത് അന്ന് കർത്താവ് വരുമെന്ന് അദ്ദേഹത്തിനൊക്കെ വലിയൊരു ചിന്ത ഉണ്ടായിരുന്നു. പാസ്റ്റർ കെ എബ്രഹാം സാറിന്റെ കാലത്ത് അവരുടെ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് വരുമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. കാരണം ഇസ്രായേൽ ജനത്തിന് പലസ്തീൻ നാട് തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ പ്രസംഗം അതായിരുന്നു, ഉടൻ തന്നെ വരും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് അവർ കാത്തിരുന്നത്. അവരൊക്കെ കർത്താവിന്റെ വരവിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അവർക്കൊന്നും അതേ പ്രാപിപ്പാൻ തക്കൊന്നും ഇടയായില്ല. അവരുടെ കാലഘട്ടത്തിൽ കർത്താവ് വന്നില്ല. അത് നമുക്ക് ഗുണമായി. അതുകൊണ്ട് എന്താണെന്നറിയാമോ, നമുക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാനും അവന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിപ്പാനും നമുക്കിടയാകുന്നു. ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അത് ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് അവൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഇനി അടുത്ത വിഷയത്തേക്ക് നമുക്ക് എടുക്കാം. അപ്പൊ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് 7 പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം. സമയം അടുത്തിരിക്കുന്നു. ആസിയിലെ 7 സഭകൾക്ക്. അപ്പൊ 7 എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണ് അത് ഞാൻ പറഞ്ഞത്. അത് 7 കൊണ്ട് ഇനി അടുത്തത് 7 കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ്. 7 ഭാഗ്യവാന്മാരുണ്ട്. കർത്താവിന്റെ വരവിനെ കുറിച്ച് 7 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. അപ്പം വെളിപ്പാട് പുസ്തകം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു നോക്കിയാൽ 7 കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ്, ഒരു പുസ്തകമാണ്. അത് ഞാൻ പറഞ്ഞു വിടാം, നിങ്ങൾ വാക്ക് എഴുതിയെടുത്താൽ മതി. വായിക്കാണ്ടൊക്കെ ഞാൻ ബാക്കി അയച്ചു കൊടുത്തില്ല. അത് ഒന്നാമതായിട്ട് വായിക്കുന്നത് 7 നിലവിളക്കുകൾ. 1-ാം അധ്യായം 20-ാം വാക്യം. 7 നിലവിളക്ക് നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. പരീക്ഷ വരുന്നത് മറന്നുപോകല്ലേ. നിങ്ങളെ ഞാൻ ഉത്തേജിപ്പിക്കുകയാണ്, അന്നേരം വിഷമിക്കരുത്. 1-ാം അധ്യായം 20, 7 നിലവിളക്ക്. 2:1-20, 7 നക്ഷത്രം. 5:1 എല്ലാം വെളിപ്പാട് സാധനം. 5:1, 7 മുദ്രകൾ. 4-ാം അധ്യായം 5-ാമത്തെ വാക്യം, 7 ആൺമക്കളായ 7 ദീപങ്ങൾ. 5, 7 കൊമ്പുകൾ. 5-ാം അധ്യായം 6, 7 കാകളങ്ങൾ. 8-ാം അധ്യായം 2, 7 കാകളങ്ങൾ. 7 ക്രോധകലശങ്ങൾ. 7 ക്രോധകലശങ്ങൾ. 15-ാം അധ്യായം 7. 8, 7 ഇടികൾ. 7 ഇടിനാറുണ്ട്. 10-ാം അധ്യായം 3-4 വാക്യങ്ങൾ. 9, 7 തലകളുള്ള സർപ്പം. 12-ാം അധ്യായം 3-ാം വാക്യം. 7 തലകളുള്ള സർപ്പം. 12-3. 10-ാമത് 7 തലകളുള്ള മൃഗം. 13-ാം അധ്യായം 1-ാം വാക്യം. 11, 7 മലകൾ. 17-ാം അധ്യായം 9-ാം വാക്യം. ഇങ്ങനെ 7 കൊണ്ട് നിറഞ്ഞിരിക്കുന്ന
ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഇവിടെ വായിക്കുന്നു ആസിയിലെ 7 സഭകൾക്കും എഴുതുന്നത്. ആസിയിലെ 7 സഭകൾക്കും എഴുതുന്നത് കേട്ടോ. അടുത്ത വാചകം, അതെ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവൻ നിന്നും അവന്റെ സിംഹാസനത്തിന് മുൻപുള്ള 7 ആൺമക്കളുടെ പക്കൽ നിന്നും ദൈവത്തിന് സ്തോത്രം. കർത്താവിന് കൊടുത്തിരിക്കുന്ന ഒരു പദം കണ്ടോ, യേശുക്രിസ്തുവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. കാരണം അവിടെ പറഞ്ഞു വരുന്ന വാചകം, യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിന്റെ അത് നമ്മൾ ഓടിച്ച് 1 അധ്യായം പറഞ്ഞു വിടുകയല്ല, അടുക്കനുസരിച്ചാണ്. ഈ സെമസ്റ്റർ കൊണ്ട് തീരുന്നില്ലെങ്കിൽ പാർഷലാലും അടുത്ത സെമസ്റ്ററിലേക്ക് എന്നെ ക്ഷണിക്കുകയാണെങ്കിൽ ആ ബാക്കി ക്ലാസ്സുകൾ തുറന്നുകൊണ്ടേയിരിക്കും. വീണ്ടും എന്നെ സെമസ്റ്ററിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഞാൻ തുറന്നുകൊണ്ടിരിക്കും. കാരണം ഇന്ന് അനേക സ്ഥലങ്ങളിൽ 6 സ്ഥലത്ത് വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ 13-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്കാണ് ഓൾ തിയോളജിക്കൽ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെളിപ്പാട് പുസ്തകം പെട്ടെന്ന് തീർത്തു പോകേണ്ട ഭാഗങ്ങളല്ല. ഇവിടെ വായിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവൻ. ഈ വാക്ക് വെളിപ്പാട് പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഞാൻ വാക്ക് എഴുതി അയച്ചായിരുന്നു. ഇരിക്കുന്നവൻ 4-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിച്ച് 4:8. 4 ജീവികളും ഓരോന്നിനെ 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവം കേട്ടോ, സർവശക്തിയുള്ള ദൈവം. പിതാവിനും ഈ പദം കൊടുത്തിട്ടുണ്ട്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും. അതിന്റെ അർത്ഥം ആയിരുന്നവൻ, ആയിരിക്കുന്നവൻ, ആയിരുന്നവൻ, ആകുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇരിക്കുന്നവനും ആയിരിക്കുന്നവൻ, ഇരുന്നവനും ആയിരുന്നവൻ കേട്ടോ. 3-ാമത് വരുന്നവൻ, ആകുന്നവൻ. നമുക്ക് മലയാളം ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പദം തന്നെ നമുക്ക് എടുക്കാം. ഇരുന്നവനും ഇരിക്കുന്നവൻ, ആദ്യമേ ഇരിക്കുന്നവൻ, 2 ഇരുന്നവൻ, 3 വരുന്നവൻ. കർത്താവായ ഇവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശു ഇരിക്കുന്നവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇരിക്കുന്നവൻ. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുമ്പോൾ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ കർത്താവിനെ കുറിച്ച് വായിക്കുന്നത്, ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല, അവന്റെ മടിയിൽ ഇരിക്കുന്ന, യോഹന്നാൻ 1:18 വാക്യം തീർത്തു, അവന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിക്കുന്നു. കർത്താവ് ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് പിതാവിന്റെ മടിയിൽ ഇരിക്കുന്നവനായിരുന്നു. ആ ഇരിക്കുന്നവൻ സ്വർഗത്തിന്റെ മകുടമായിരുന്ന കർത്താവായ യേശുക്രിസ്തു പിതാവിന്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ്, ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകാമെന്ന് ചോദിച്ചപ്പോൾ, അടിനെ അയക്കണമേ, അടിയൻ പോകാമെന്ന് പറഞ്ഞ് മാനവജാതിയെ രക്ഷിക്കാൻ തക്കവണ്ണം ഇരിക്കുന്ന പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഓമനകുമാരൻ സ്വർഗത്തെ വെടിഞ്ഞ്, സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഈ താണ ലോകത്തിലേക്ക് കടന്നു വരുവാൻ തക്കൊണ്ടിയായിത്തീർന്നു. നമ്മൾ ഓർക്കണം, ദൈവത്തെ യോഹന്നാൻ 1:18 വായിക്കുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് ഇരിക്കുന്നവനായിരുന്നു. 2-ാമത് അവിടെ വായിക്കുന്നത്, കർത്താവ് ഇരുന്നവൻ. എപ്പോഴാണ് ഇരുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കാൻ. കർത്താവ് ഇരുന്നവനാണ്. എപ്പോഴാണ് ഇരുന്നത്? ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവിന് വിശ്രമിപ്പാൻ തക്ക സമയമില്ലായിരുന്നു. 3.5 വർഷം കൊണ്ട് ഓടി, അവിടെ ഇവിടെ ഓടി, ദൈവത്തിന്റെ പിതാവ് തന്നെ അയച്ച ദൗത്യം നിറവേറ്റുവാൻ ഒരു മിഷൻ, അതെ, ആ ദൗത്യം നിറവേറ്റാൻ തക്കൊണ്ട് പിതാവ് എന്തിനു വേണ്ടി അയച്ചോ അത് തികയ്ക്കാൻ തക്കൊണ്ട് 3.5 വർഷം കൊണ്ട് ഓടി നിന്ന് വിശ്രമമില്ലാതെ പ്രവർത്തിച്ച നമ്മുടെ കർത്താവിന്റെ പ്രവർത്തനം എത്ര ശ്രേഷ്ഠതയാണ്. കർത്താവ് സുവിശേഷത്തിൽ വായിക്കുന്ന, നാടെങ്ങും നന്മ ചെയ്തുകൊണ്ട് കുരുടർക്ക് കാഴ്ച കൊടുത്തു, ചേടർക്ക് കേൾവി കൊടുത്തു, മുടന്തരെ നടക്കുമാറാക്കി വിശ്രമമില്ലാതെ പ്രവർത്തിച്ച നമ്മുടെ കർത്താവാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അവൻ ഇരിക്കുന്നവനായിരുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനി എപ്പോഴാണ് ഇരുന്നത്? നമുക്ക് ചില വാക്യങ്ങൾ ഞാൻ അയച്ചെന്നാണ് എന്റെ ഓർമ്മ. ആ വാക്യങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാം.
ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ദൈവത്തിന് സ്തോത്രം. ആ വാക്യങ്ങൾ ഞാൻ അയച്ചിരുന്ന എനിക്ക് തോന്നുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇവിടെ വായിക്കുന്ന ഇരിക്കുന്നവൻ ഇരുന്നവൻ. ഇവിടെ നമ്മൾ വായിച്ചല്ലോ 16-ന്റെ 19 വാക്യം. കർത്താവായ യേശു സ്വർഗത്തിൽ കയറി പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. ഈ ഇരുന്നവൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ചുമ്മാതെ കയറി അങ്ങ് ഇരിക്കുകയായിരുന്നു. വിശ്രമമില്ലാതെ ജോലി ചെയ്ത് പിതാവ് തന്നെ അയച്ച ദൗത്യം നിറവേറ്റി സകലം നിവർത്തിച്ചതിന് ശേഷം പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നപ്പോൾ അവർ പുറപ്പെട്ടു. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ അവർ പുറപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇവർക്ക് കൊടുത്ത ദൗത്യം ഇനി നാം നിറവേറ്റുവാൻ നമ്മൾ പുറപ്പെടണം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. ചില വാക്യം വായിക്കുന്നത് എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വന്നിട്ട് അവൻ ഇരുന്ന കാര്യത്തെക്കുറിച്ച് വെറുതെ പോയി അങ്ങ് ഇരിക്കുകയല്ലായിരുന്നു കേട്ടോ. വെറുതെ അങ്ങ് ഇരിക്കുകയല്ലായിരുന്നു. ആ ഇരുന്ന് എങ്ങനെയാ? എബ്രായർ 1:3 വായിക്കാം. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകുക കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും അവൻ ദേവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അവിടെ എങ്ങനെയാ പോയിരുന്നത്? മഹിമയുടെ വലത്തുഭാഗത്ത് ഇരുന്നെങ്ങനെയാ? പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയതിനു ശേഷം. ആ പദങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വെറുതെ കയറി ഇരിക്കുകയല്ലായിരുന്നു. പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയതിന് ശേഷം കർത്താവ് അവിടെ ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി അടുത്തത് 8-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വായിച്ച്. എബ്രായർ തന്നെയാ 8:1. നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. മഹാപുരോഹിതൻ നമുക്കുണ്ട്. നമ്മുടെ കർത്താവ് മഹാപുരോഹിതനാ. എവിടെ ഇരിക്കുന്നത്? മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ ഇരിക്കുന്ന ആൾ ആരാ? മഹാപുരോഹിതൻ. പഴയ നിയമകാലത്ത് മഹാപുരോഹിതന്മാരുണ്ടായിരുന്നു. അവര് എല്ലാം അവരുടെ കാലം കഴിഞ്ഞു പോയി. കയ്യപ്പാർ പറഞ്ഞു, ഇനി ഞാൻ ഈ കുപ്പായിട്ടുണ്ട് നടക്കുന്നുണ്ട്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് ചോദിച്ചു. ആണേട്ടാ ചോദിച്ചത്. യേശു പറഞ്ഞു ഞാനാണെന്ന് പറഞ്ഞു. ഇനി മനുഷ്യപുത്രൻ അതെ ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുമെന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൽ കാണാം. ഇനിയും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കും. 3 ആകാശ മേഘങ്ങളെ അവൻ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും. ചോദ്യം 1, ഉത്തരം 3. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കും. ചോദിച്ച ചോദ്യം നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്, ദൈവപുത്രനാണെന്ന് വെച്ചത്. യേശു പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനാണ്, ദൈവപുത്രനാണ്. പിന്നെ കൊടുത്തെന്താണെന്ന് അറിയാമോ? മനുഷ്യപുത്രൻ, മനുഷ്യനായ ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ, യേശു ക്രിസ്തുവിന്റെ ആ മനുഷ്യത്വം ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അവൻ മനുഷ്യനാണ്. ദൈവം പ്രത്യേകം ഒരുക്കിയ ശരീരം ഇപ്പോഴും ആ മനുഷ്യത്വന്റെ മുഖം കർത്താവിനുണ്ട്. അവൻ ഇനിയും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കും കേട്ടോ. അവൻ ഇനിയും ആകാശമേഖല വാഹനമാക്കി വരും. ചോദ്യം 1, ഉത്തരം 3. ഇപ്പോൾ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നത് ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറിവിടെ പിടിച്ചുകൊള്ളുക. എബ്രായർ 10:12 വായിച്ച്. എബ്രായർ 10:12. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. നോക്കണമേ, തന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളാ കേട്ടോ. നമ്മൾ കർത്താവിന്റെ നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു. റോമാലയം 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമ്മൾ പാപികളായിരുന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു. ഇവിടെ വായിക്കുന്നത് യേശു വലത്തുഭാഗത്ത് ഇരുന്ന് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കിയേ,
മുമ്പേ നമ്മൾ ഇസ്രായേൽ പതിയോട് സമ്മതമില്ലാത്തത്, വാഗ്ദത്ത നിയമക്ക് അന്യര്, ലോകത്തിൽ ദൈവമില്ലാത്തവര്, അങ്ങനെയുള്ളവരായിരുന്നു നമ്മെ. ക്രിസ്തുവിനെ കൂടാതുള്ളവര്, മുൻപേ ദൂരസ്ഥരായിരുന്നു നമ്മെ. ക്രിസ്തുവേശുവിന്റെ രക്തത്താൽ നമ്മളെ സമീപസ്ഥരാക്കി തീർത്ത അവൻ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ച് നമ്മളെ തന്റെ പാദപീഠമാക്കുവോളും തന്റെ കൃപയിലേക്ക് വരുവോളും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എവിടെ ഇരിക്കുന്നു? എന്നേക്കും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. 2 വാക്യോട് വായിക്കണം. എബ്രായർ 12:2. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. അവിടെ 3 പ്രാവശ്യം 3 വിഷയം പറയുന്നത്. നിങ്ങൾ സ്ഥിരതയോടെ ഓടണം. ആകയാൽ നാമും സാക്ഷിയുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെപ്പെടുന്ന പാപം വിട്ട് നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഒന്ന് സ്ഥിരതയോടെ ഓടണം. രണ്ടാമത് പറയാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമാകുന്ന യേശുവിനെ നോക്കണം. ഓടണം, നോക്കണം. 3, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളണം. എന്നിട്ട് പറയാണ് യേശു പിതാവിന്റെ വലത്തുഭാഗത്ത് വിശ്വാസം നായകനും ദൈവസിംഹാസനത്തിന് വലത്തുഭാഗത്ത് ഇരിക്കുന്നു നമുക്ക് വേണ്ടി. അവരോട് ചുമ്മാ ഇരിക്കുകയല്ല, ഉറങ്ങുകയല്ല, നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നല്ലവനായ കർത്താവിനെയാണ് നമ്മൾ പിൻപറ്റുന്നത്. ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് അവൻ പിതാവിന്റെ മടിയിലാണ് ഇരുന്നത്, മടിയിൽ ഇരിക്കുന്നു. ഇപ്പം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് വലത്തുഭാഗത്തായിരിക്കുന്നത്. എന്തിനാ അവിടെ ഇരിക്കുന്നത്? നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിപ്പാൻ, മഹാപുരോഹിതനായി മധ്യസ്ഥ വഹിപ്പാൻ. ഇനിയും സ്തേഫാനോസിന്റെ മരണത്തിങ്കൽ സ്തേഫാനോസ് പറഞ്ഞൊരു വാചകം അതോടെ പറഞ്ഞ് നമുക്ക് മുൻപോട്ട് നീങ്ങാം. അതേ അപ്പോസ്തലപ്രവൃത്തി 7:56 വായിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 7:56. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ക്രിസ്തു നിൽക്കുന്നതും ഞാൻ കാണുന്നു. സ്തേഫാനോസ് എല്ലാവരും കല്ലും പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ വെച്ച് പറയാണ് ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു. കേട്ടോ, കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നത് ഞാൻ കാണുന്നു. സ്തേഫാനോസ് മരിക്കുന്ന സമയത്ത് അവന്റെ ആത്മാവിനെ എതിരേക്കാൻ സ്വീകരിക്കാൻ കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മൾ പരിശോധനയിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല പരിശോധന അനുഭവിക്കുന്നത്. ആ കഷ്ടങ്ങളിൽ കർത്താവ് നമുക്ക് അടുത്ത തുണയാണ്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഇന്ന് രാത്രികാലം പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ, ദുഃഖങ്ങൾ കൂടി കടന്നു പോകുന്ന പൈതലേ, നീ കടന്നു പോകുന്ന സാഹചര്യം കർത്താവ് അറിയുന്നു. ആ സമയം നിന്നെ സഹായിപ്പാൻ എഴുന്നേറ്റ് നിൽക്കുന്ന കർത്താവിനെയാണ് നമുക്കിവിടെ കാണുവാൻ തക്കണം കഴിയുന്നത്. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു. എന്തുകൊണ്ട് സ്തേഫാനോസിനെ ആ കല്ലേറിൽ നിന്ന്, ആ മരണത്തിന് വിടുവിച്ചില്ല? അവൻ മരിച്ചാൽ അതുകൊണ്ട് അനേക ആത്മാക്കൾ വരും. ദൈവത്തിന് എല്ലാ ഉദ്ദേശമുണ്ട്. നമ്മുടെ ചിലരുടെ പെട്ടെന്നുള്ള മരണം കാണുമ്പോൾ എന്തുകൊണ്ട് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തു ചോദിക്കരുത്. ദൈവത്തിന്റെ അതേ ഉദ്ദേശമായിരുന്നു അത്. ദൈവത്തിന് സ്വന്തം ദൈവത്തിന്റെ സന്ദർശനമായിരുന്നു അത്. ആകയാൽ അതേ ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണം മാറുമ്പോൾ നമ്മൾ ദൈവത്തോട് പിറുവിറുക്കരുത്. യോന്റെ 10 കുഞ്ഞുങ്ങൾ മരിച്ചുപോയപ്പോൾ യഹോവ തന്നു, യഹോവ എടുത്തു. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമായിരുന്നു. ചെറുപ്പക്കാരൻ സ്തേഫാനോസ്, ചെറുപ്പക്കാരൻ, അതേ തന്റെ അടുത്തോടെ ദൈവത്തിന്റെ വചനം ഇത്ര ആഴമായിട്ട് പ്രസംഗിച്ച ഒരു വീരൻ ഇത്ര ചെറുപ്പത്തിന്. നിങ്ങൾ ആ 7-ാം അധ്യായം വായിച്ചു നോക്കുക. എത്ര ശക്തിയായിട്ടാണ് പഴയ നിയമ പിതാക്കന്മാരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രസംഗിച്ചത്. എന്നിട്ട് പറയാം, മരിക്കുന്ന സമയത്ത് പറയാം ഇതോ സ്വർഗം തുറന്നിരിക്കുന്നു. അവന്റെ മുഖം നോക്കുമ്പോൾ ദൈവ ദൂതന്റെ മുകളിൽ പ്രകാശിക്കുന്നു. ദൈവ മഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ക്രിസ്തു നിൽക്കുന്നതും ഞാൻ കാണുന്നു. ഇവിടെ വായിക്കുന്നു, അവൻ ഇരിക്കുന്നവനായിരുന്നു, അവൻ ഇരുന്നവനായിരുന്നു, അവൻ വരുന്നവൻ. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും. എബ്രായ ലേഖനം 13:8. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ, മാറാത്ത ദൈവം, ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ. ആ വരുന്നവൻ എന്നുള്ളത് നമ്മുടെ കർത്താവായ യേശുവിന്റെ വരവിനെ കുറിച്ചാണ്. ഒരു നീണ്ടൊരു സബ്ജക്റ്റാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലാണ് കർത്താവിന്റെ വരവിനെ കുറിച്ച് നമുക്ക് കാണുന്നത്. അന്ന് ഞാൻ ആ ഡീറ്റെയിൽസ് ആയിട്ട് അതിനെപ്പറ്റി ഇന്നത്തെ തെളിവുകൾ സഹിതം യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തു പോയി എന്ന് പഠിപ്പിക്കുന്നതായിരിക്കും.
അതുപോലെ ആവർത്തന പുസ്തകം 32-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ, വേറൊരു ദൈവമില്ല, ഒറ്റ ദൈവം. അതേ, നമ്മുടെ കർത്താവ് ദൈവമാണ്. അത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് ഞാൻ തെളിയിക്കാം. ദൈവത്തിന് സ്തോത്രം. കാരണം എന്നോട് അതേ പെരുമ്പാവൂരിലുള്ള അതേ ഒരു മുസ്ലിം പേര് മറന്നുപോയല്ലോ, ഈസാൻ നബി, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ആ ക്രിസ്ത്യാനിയായവൻ അവൻ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നവനാ. ആരാണ്ട് മുസ്ലിങ്ങൾ തന്നെ പിടിച്ചുകൊണ്ടുപോയി അതേ മുസ്ലിമിന്റെ മതങ്ങളൊക്കെ അതേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. അദ്ദേഹം പോയി മുസ്ലിമിൽ ചേർന്നു. എന്റെ പ്രസംഗം കേട്ട് ഞാൻ തൃത്വത്തെക്കുറിച്ച്, ട്രിനിറ്റിയെക്കുറിച്ചൊക്കെ നല്ലപോലെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ച് സ്ഥാപിക്കുന്നവനാണ്. എന്നെ ഒരു ദിവസം വിളിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു, യേശുക്രിസ്തു ദൈവമാണെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും, പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യേശു പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്നാന്ന് വാക്യം പറയാൻ പറഞ്ഞു. ഞാൻ വെളിപ്പാട് ദിവസം 1-ാം അധ്യായം അതേ അതിന്റെ 9-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു, ഞാൻ ആദിയും അന്തനുമാകുന്നുവെന്ന് സർവശക്തിയുള്ള ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. യേശു പറഞ്ഞതാണ്. യേശുക്രിസ്തു പറയുന്നതാണ് സർവശക്തിയുള്ള ദൈവമായ യഹോവ. ആ പദം വെളിപ്പാട് പുസ്തകത്തിൽ പലയിടത്തും കാണുന്നുണ്ട്. എടാ, ഒരു മുടന്തനെ കാണുമ്പോഴേ അവൻ മുടന്തനാണെന്ന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? അവൻ മുടന്തനാണെന്ന് നടന്ന് മുടന്തിയാ പോകുന്നത്. ഇവൻ മുടന്തനാണെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ? അവന്റെ തടുപ്പ് കാണുമ്പോൾ അറിയാമല്ലോ കേട്ടോ. യേശു ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമുണ്ടോ? പ്രവൃത്തി കാണുമ്പോൾ അറിയാമല്ലോ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്റെ പ്രവൃത്തിയിൽ വിശ്വസിപ്പീൻ. ഒരന്ധനെ കാണുമ്പോൾ ഇവൻ കണ്ണുപൊട്ടനാണെന്ന് പറയണോ? പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം അവനെ കാണുമ്പോൾ നമുക്കറിയാം. നമ്മുടെ കർത്താവിന്റെ പ്രവൃത്തി കാണുമ്പോൾ അവൻ ദൈവമാണെന്ന് അറിയാം. ആ ഭാഗം ഞാൻ തെളിയിക്കുന്നതായിരിക്കും, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു എന്നുള്ളത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു വാക്കുകൂടെ പറഞ്ഞ് മുന്നോട്ട് പോട്ടെ. മോശ മുൾപ്പടപ്പിൽ കർത്താവിനെ കണ്ടുമുട്ടി. ദൈവത്തിന് സ്തോത്രം. മോശയോട് ദൈവം പറഞ്ഞു, നീ മിസ്രൈമിൽ കടന്നു പോകണം, ഫറവോനോട് ചെന്ന് സംസാരിക്കണം, നീ ചെന്ന് എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് പറയണം. മോശ പല പ്രാവശ്യം, പുറപ്പാട് ദിവസം 3-ാം അധ്യായം നോക്കെ, എത്ര പ്രാവശ്യം ഒഴിയൊഴി പറഞ്ഞു. അവസാനം ദൈവം വിടുന്നില്ല. അവൻ പല കാര്യങ്ങൾ നിരത്തി വെച്ചു. ശരിയാ, ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്, എന്നെ കൊണ്ട് പ്രാപ്തിയില്ലാത്തവനാണ്, പല കാര്യങ്ങൾ പറഞ്ഞു നോക്കി. ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ നാവോടുകൂടി ഇരിക്കും, നിനക്ക് സംസാരിക്കാൻ കഴിയത്തില്ലെങ്കിൽ സംസാരിക്കാൻ കഴിവുള്ള നിന്റെ ജ്യേഷ്ഠനെ അഹരോനെ കൂട്ടിക്കൊള്ളുക, എന്നിട്ട് പുള്ളിക്ക് പോകാൻ മനസ്സില്ല. നിങ്ങൾ കാണിച്ചു വെക്കി. പിന്നെ മോശ ദൈവത്തോട് പറയാണ്, ഞാൻ അവിടെ ചെല്ലുമ്പോ ആരാ നിന്നെ അയച്ചെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയേണ്ടത്? അതാണ് അടുത്ത ചോദ്യം. ഉടനെ ദൈവം പറഞ്ഞ വാചകം എന്താ അറിയാമോ? ഞാനാകുന്നവൻ ഞാനാകുന്നു, അവൻ നിന്നെ അയച്ചേക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാനാകുന്നവൻ ഞാനാകുന്നു, ഇന്നും അവൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവൻ. യേശു ക്രിസ്തു ഇന്നും ഇന്നലെയും എന്നും എന്നേക്കും അനന്യൻ, മാറാത്തവൻ. ഞാനാകുന്നവൻ ഞാനാകുന്നു. കയ്യപ്പാവിന്റെ മുമ്പിൽ അതേ കഷ്ടപ്പെട്ടവനായ യേശു നിൽക്കുമ്പോൾ ചോദിച്ച ചോദ്യം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണോ എന്ന് ചോദിച്ചു. ഞാനാകുന്നു. കയ്യപ്പാവ് വസ്ത്രം വലിച്ചു കീറി. അവന് കാര്യം മനസ്സിലായി. ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിന്റെ പേരാണ്. ഞാനാകുന്നു. മോശയോട് പറഞ്ഞു, അതേ മഹാഭൂതല്ല, നിനക്ക് മനസ്സിലായില്ലേ? ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ കെട്ടപ്പെട്ടവരായി നിൽക്കുന്നു. നിന്റെ പിതാവായ മോശയ്ക്ക് മുൾപ്പടപ്പിൽ പ്രത്യക്ഷമായ ഞാനാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇത് കേട്ടപ്പോൾ കയ്യപ്പാവ് വസ്ത്രം പിടിച്ചങ്ങ് വലിച്ചു കീറി. കാരണം ഇനി ഞാൻ എന്തിനെ കുപ്പായിട്ടോട്ട് നടക്കുന്നത്? അവനെ അറിഞ്ഞാണോ അറിയാതെയാണോ അവൻ തന്റെ വസ്ത്രം വലിച്ചു കീറി. പുറപ്പാട് ദിവസം 28-ാം അധ്യായത്തിൽ മഹാപുരോഹിതൻ തലമുടി പിച്ചിപ്പറിക്കരുത്, വസ്ത്രം കീറരുത്. ഇവൻ ആ സമയം വസ്ത്രം കീറി. കാരണം സാക്ഷാത്തായ മഹാപുരോഹിതൻ എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, സാക്ഷാത്തായ മഹാപുരോഹിതൻ എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ഇതിനെ കുപ്പായിട്ടോണ്ട് നടക്കുന്നത്. ഞാനാകും നിന്റെ പിതാവായ മോശയ്ക്ക് മുൾപ്പടപ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ ഞാനാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ കെട്ടപ്പെടാനായി നിൽക്കുന്നു. ഇനി മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കും. അവൻ ഇനിയും ആകാശമേഖലയെ വാഹനമാക്കി വരും. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള ഏത് ആത്മാക്കളുടെ പക്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഞാൻ ആ ഭാഗങ്ങൾ ഒന്ന് പറഞ്ഞ് ഓടിച്ചു വിടാം. അവന്റെ സിംഹാസനം എവിടെ ഇരിക്കുന്നത്? മക്കളെ, നിങ്ങൾക്കൊന്ന് വായിക്കാമോ? ദൈവത്തിന്റെ സിംഹാസനത്തെ കുറിച്ച് വായിക്കുമ്പോൾ
അവന്റെ സിംഹാസനം എവിടെ ഇരിക്കുന്നത്? അതെ, 11-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ദൈവത്തിന്റെ സിംഹാസനം എവിടാ? ഞാൻ വാക്യങ്ങൾ അയച്ചെന്നായിരുന്നു. തന്റെ വിശുദ്ധ അത് വായിച്ചേ. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു, അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു, അവന്റെ കൺപോടകൾ മറ്റു പുത്രന്മാരെ ശോധന ചെയ്യുന്നു. നോക്കണമേ, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. 103-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യം. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അപ്പോ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാണ്. ദൈവത്തിന്റെ സിംഹാസനം എവിടെ? സ്വർഗത്തിൽ. ഇനി ഈ സിംഹാസനത്തിന്റെ അടിസ്ഥാനം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. 97-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം വായിച്ചേ. മേഘവും അന്ധകാരവും അവന്റെ ചുറ്റും ഇരിക്കുന്നു, നീതിയും ന്യായവും അവന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു. ഈ സിംഹാസനത്തിന്റെ അടിസ്ഥാനം ഇന്നിരിക്കുന്ന സിംഹാസനം പോലല്ല. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമുണ്ട്. അതിന് നീതിയും ന്യായവുമാണ്. സമയം പോകുന്നുണ്ട്, ഞാൻ അതേപ്പറ്റി വിശദീകരിക്കുന്നില്ല. ഇനിയും ഈ സിംഹാസനം എന്നുവരെ? 45-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. ദൈവത്തിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളത്. ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച നീറോ ചക്രവർത്തിയുടെ സിംഹാസനം തെറിച്ചുപോയി. ഈ ലോകത്തിന്റെ ആധിപത്യം വഹിക്കുന്ന രാജാക്കന്മാരുടെ സിംഹാസനം എല്ലാം തെറിച്ചുപോയി. എന്നാൽ ദൈവം ഒരു സിംഹാസനം സ്ഥാപിക്കും. പുതിയ നിയമത്തിൽ അതേ 3 സിംഹാസനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ സിംഹാസനത്തെ കുറിച്ച് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഒന്ന് സ്വർഗത്തിൽ വെക്കുന്ന സിംഹാസനം. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതായി വരും. ന്യായാസനമാകുന്ന സിംഹാസനം സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കാൻ. 2-ാമത് തേജസ്സിന്റെ സിംഹാസനമുണ്ട്. മത്തായി സുവിശേഷം 25-ാം അധ്യായം 31-ാമത്തെ വാക്യം. അന്ന് കർത്താവ് തന്റെ വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തേജസ്സിന്റെ സിംഹാസനത്തിരിക്കും. അത് പരസ്യ വരവിങ്കൽ വെക്കുന്ന സിംഹാസനമാണ്. സിംഹാസനമുണ്ട്, വെള്ള സിംഹാസനം. അതേ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ വലിയൊരു സിംഹാസനം കണ്ടു, വെള്ള സിംഹാസനം. കേട്ടോ, അത് ദുഷ്ടന്മാരെ ന്യായം വിധിക്കാനുള്ള സിംഹാസനമാണ്. എന്നാൽ ഇതിന്റെ എല്ലാം ഉത്തരം എന്തെന്നറിയാമോ? ദൈവത്തിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാണ്. അതിന്റെ അടിസ്ഥാനം നീതിയും ന്യായവുമാണ്. എബ്രായലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറയുന്നുണ്ട്, ദൈവമേ പുത്രനോടോ, അവൻ പുത്രനോട് പറഞ്ഞ വാചകമാ, ദൈവമേ നിന്റെ സിംഹാസനം എന്നേക്കുള്ളതാകുന്നു, പുത്രനോടോ. അപ്പൊ നമ്മുടെ കർത്താവിന്റെ സിംഹാസനം എന്നും എന്നേക്കുള്ളതാണ്. ഇനി ആ സിംഹാസനം എന്താ? നമുക്കൊന്ന് വായിച്ചേ. ഒരു കസേരയിട്ട് അവിടെ ഇരിക്കുകയാണോ? വായിച്ചാ മത്തായി സുവിശേഷം 5-34 ഒന്ന് വായിച്ചേ. ഞാനോ നിങ്ങളോട് പറയുന്നത്, അശേഷം സത്യം ചെയ്യരുത്, സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിന്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ടരുത്, അത് അവന്റെ പാദപീഠം. യെരൂശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിന്റെ നഗരം. നമ്മുടെ കർത്താവ് പറഞ്ഞു സ്വർഗം മുഴുവൻ അവന്റെ സിംഹാസനമാണ്. ഞാൻ ബോംബെയില് ഒരു വാക്യം വായിക്കാൻ പറഞ്ഞ ഒരു സഹോദരി എടുത്ത് വായിച്ചു. ഈ വാക്യം എടുത്ത് വായിച്ചത് അത് പ്രാർത്ഥിച്ചു, ദൈവമേ സ്വർഗം നിന്റെ സിംഹാസനവും ഭൂമി നിന്റെ പാദപീഠം എന്നുള്ളത് അതിന് വിട്ടുപോയി. അവിടെ എന്ന് പറഞ്ഞിട്ട് നിന്റെ എന്തോന്നും ആകുന്നല്ലോ. ഇവിടെ ആ വാക്ക് ഇന്ന് ഞാൻ ആ മണിയെ ഓർക്കും. അതെ, സ്വർഗം മുഴുവൻ ദൈവത്തിന്റെ സിംഹാസനമാണ്. ഇനി സിംഹാസനം ആരാണ് വാഴുന്നത്? ചോദ്യം ഉത്തരം. ആരാണ് വാഴാൻ പോകുന്നത്? സക്കറിയ പ്രവചനം 6:13 നമ്മൾ വായിക്കുമ്പോൾ, അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും, അവൻ ബഹുമാന ഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്നു വാഴും, അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും, ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണം ഉണ്ടാകും. അവൻ സിംഹാസനത്തിൽ വാഴും. അവൻ രാജാവായി, പുരോഹിതനായി, ന്യായാധിപനായി സിംഹാസനത്തിൽ ഇരിക്കും. ആ ഭാഗങ്ങൾ മൊത്തം വായിക്കുമ്പോൾ ഈ 3 ഗുണങ്ങൾ കാണാം. അവൻ രാജാവായി, പുരോഹിതനായി, ന്യായാധിപനായി ഈ സിംഹാസനത്തിൽ ഇരിക്കും. ഇനി ഇവർ മാത്രമാണോ ഇരിക്കുന്നത്? ചോദ്യം ചോദിച്ചതിന്റെ ഉത്തരം പറയാം. ഇവർ മാത്രമാണോ ഇരിക്കുന്നത്? മത്തായി 19:27-28 വായിച്ചേ. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചതിന് യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ
നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതെ, പത്രോസ് ചോദിക്കുക, ഞങ്ങൾക്ക് എന്തുവാ കിട്ടുന്നത്? അവര് പറയും സകലം വിട്ടിറങ്ങി എന്ന് പറഞ്ഞ മീൻപിടുത്തമൊക്കെ വിട്ടിറങ്ങി വലയും വിട്ട കാര്യമാണ് പറയുന്നത്. സകലം വിട്ടിറങ്ങി ഞങ്ങൾക്ക് എന്തോ കിട്ടുന്നേ കേട്ടോ. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, എന്തോ കിട്ടും. അതേ കർത്താവ് പറഞ്ഞു, അതേ പുനർജന്മത്തിൽ നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ ഇരിക്കും, ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കും. അപ്പൊ അവർക്ക് മാത്രമുള്ള സിംഹാസനം. അയ്യോ, ചില സഹോദരിമാരുടെ മുഖത്ത് കരച്ചിൽ വരുന്നു. 12 അപ്പോസ്തലന്മാർക്ക് മാത്രമുള്ള സിംഹാസനം അല്ല. വെളിപ്പാട് പുസ്തകം 3:21 വായിച്ചു. 3:21 ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. അപ്പൊ നമുക്കും ഉണ്ട് സിംഹാസനം, മനസ്സിലായോ? ജയിക്കുന്നവന് നമ്മൾ ജയിക്കണം കേട്ടോ, തോറ്റ് നടക്കരുത്. ജയിക്കുന്നവന് ഞാൻ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. കർത്താവ് പറയാ, ഞാനും ജയിച്ച് എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും സിംഹാസനമുണ്ട്. വെളിപ്പാട് 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കർത്താവ് ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു. 4-ാം അധ്യായം 4-ാം വാക്യം. അവൻ സൂര്യകാന്തത്തോട് പത്മരാഗത്തോട് സദൃശൻ. അതിന് ചുറ്റും 24 സിംഹാസനം. ആ 24 സിംഹാസനം ഇരിക്കുന്നത് നമ്മളാണ്. അത് 24 എന്ന സംഖ്യ കൊണ്ട് വിവക്ഷിക്കാൻ എന്താ കാരണം എന്നുള്ളത് അത് ഞാൻ അവിടെ വരുമ്പോൾ ഞാൻ പറയാം. പഴയ നിയമ വിശ്വാസികളും പുതിയ നിയമ വിശ്വാസികളും 12 ഗോത്രങ്ങളും 12 അപ്പോസ്തലന്മാരും ഉൾപ്പെട്ട സിംഹാസനമാണ് കാണുന്നത്. അവിടെ സഭയാണ് ഇരിക്കുന്നത്. പഴയ നിയമ വിശുദ്ധന്മാർ ഈ സിംഹാസനം കിട്ടുമെന്നൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞ് സ്ഥാപിക്കാൻ എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. അത് അങ്ങനെ ഇല്ലെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നവരുണ്ട്. എന്തോ ഒരു ഉപദേശ പ്രസംഗം അറിയുമോ? അതെ, അവരൊക്കെ മോശമൊക്കെ ക്രിസ്തുവിന്റെ നിന്ന ചുമന്നുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ എബ്രാഹിമിന് 11-ാം അധ്യായം വായിച്ചൊക്കെ അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് പറയുകയാണ്. ദാനിയേല്, ഇവർക്കൊക്കെ സിംഹാസനം ഇല്ലെന്നാണ് പറയുന്നത്. അവരും കർത്താവിനോടുള്ള സിംഹാസനത്തിരിക്കും. അവരൊക്കെ ജയിച്ചവരാണ്. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് ഏറ്റവും നല്ലത് മുൻകരുതി എന്ന് പറഞ്ഞാല് അവരോടൊന്നിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന കാര്യമാണ്. കാരണം നമ്മൾ കർത്താവിന്റെ വരവിൽ ഇവരെല്ലാം ഉയർത്തുന്നേക്കുമല്ലോ. ദാനിയേലിനോട്, അബ്രഹാമിനോട്, അവരോടെല്ലാം ഒത്ത് സ്വർഗത്തിലേക്ക് മാർച്ച് ചെയ്തു പോകുന്നതാണ് ഏറ്റവും നല്ലത് ഒന്ന് മുൻകരുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കും സിംഹാസനമുണ്ട്. നമ്മൾ ജയിക്കണം. ഇനി ഒറ്റ കാര്യങ്ങളെ പറഞ്ഞ് ആ 4-ാം വാക്യം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും അടുത്ത 5-ാമത്തെ വാക്യം കൂടെ എടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. മണി 10, ഇന്ന സമയം 10 കഴിഞ്ഞിരിക്കുന്നു. എന്താണ് 7 ആത്മാക്കള്? ആത്മാവ് ഒന്നേ ഉള്ളൂ കേട്ടോ, ഒറ്റ ആത്മാവേ ഉള്ളൂ. കാരണം നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. എന്താ വായിക്കുന്നത് അറിയാമോ? അവിടെ കർത്താവ് ഒരുവൻ, ആത്മാവ് ഒന്ന്. ആത്മാവ് ഒന്നേ ഉള്ളൂ. പിന്നെ എന്താ ഈ 7 ആത്മാക്കള്? ആത്മാവിന്റെ പൂർണ്ണതയാണ് നമുക്ക് അവിടെ കാണുവാൻ കൊണ്ട് കഴിയുന്നത്. പൂർണ്ണമായി 7 സഭകളിലും പ്രവർത്തിക്കുന്ന വിഷയമാണ് അവിടെ ആക്കിയിരിക്കുന്നത്. ആ 7 ആത്മാവിനെ കുറിച്ചൊരു വാക്യം നമുക്ക് വായിക്കാം. അത് യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 2-ാമത്തെ വാക്യം. യെശയ്യാ 11:2. ഞാൻ ആ വാക്യം അയച്ചാണല്ലോ. യെശയ്യാ പ്രവചനം 11-ാം അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോഭക്തിയുടെയും ആത്മാവ് തന്നെ. അവന്റെ മേൽ. അതിന്റെ 1-ാമത്തെ വാക്യം കൊണ്ട് വായിച്ച മോളെ, 1-ാമത്തെ വാക്യം കൂടെ. എന്നാൽ ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. എന്നിട്ട് അവന്റെ മേൽ, അയ്യോ ഒന്ന് വായിക്കുന്നേ. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. 7 ആത്മാക്കൾ എന്നുള്ളതിന്റെ വിശദീകരണം അവിടെ വായിക്കുന്നുണ്ട്. ഞാനങ്ങ് പറഞ്ഞു വിടാം. ആ മോള് നല്ലവണ്ണം വായിച്ചു. 1 യഹോവയുടെ ആത്മാവ്, 2 ജ്ഞാനത്തിന്റെ ആത്മാവ്, 3 വിവേകത്തിന്റെ ആത്മാവ്, 4 ആലോചനയുടെ ആത്മാവ്, 5 ബലത്തിന്റെ ആത്മാവ്, 6 പരിജ്ഞാനത്തിന്റെ ആത്മാവ്, 7 യഹോവ ഭക്തിയുടെ ആത്മാവ്. ആത്മാക്കള് 7 ആത്മാക്കൾ എന്നുള്ളതിന്റെ അർത്ഥമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്.
ഒന്ന് യഹോവയുടെ ആത്മാവ്, 2 ജ്ഞാനത്തിന്റെ ആത്മാവ്, 3 വിവേകത്തിന്റെ ആത്മാവ്, 4 ആലോചനയുടെ ആത്മാവ്, 5 ബലത്തിന്റെ ആത്മാവ്, 6 പരിജ്ഞാനത്തിന്റെ ആത്മാവ്, 7 യഹോവ ഭക്തിയുടെ ആത്മാവ്. അവന്റെ സിംഹാസനത്തിൽ നിന്നും 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. 7 എന്നത് ആത്മാവിന്റെ പൂർണ്ണതയെ കാണിക്കുന്നു. 7 ആത്മാക്കൾ എന്ന പ്രയോഗം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം, 4-ാം അധ്യായം എഴുതിയെടുത്തു, അവിടെ അവസാനിപ്പിക്കുകയാണ്. 3-ാം അധ്യായം 1, 4-ാം അധ്യായം 5, 5-ാം അധ്യായം 6 ഇവിടെ കാണാം. 7 ആത്മാക്കൾ എന്നുള്ളത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതാണ്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ അവിടെ പ്രത്യേകിക്കുന്നു. ആത്മാവ് ഒരുവൻ. 7 ആത്മാക്കളില്ല, ഒറ്റ ആത്മാവ്. ദൈവത്തിന് സ്തോത്രം. 7 ആത്മാക്കൾ എന്നുള്ളത് 7 സഭകളുടെ ആത്മാക്കൾ എന്നാണ് അർത്ഥം. 7 സഭകളെയും ഭരിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നാണ് അതിന്റെ അർത്ഥം. 7 സഭകൾ എന്ന് പറഞ്ഞാൽ ദൈവസഭയെ മൊത്തമായിട്ട് കാണിക്കുന്നതാണ്. സഭകളെ നയിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുപോലെ ആത്മാവ് ഒന്നേ ഉള്ളൂ. 7 ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാ സഭകളുടെയും ആത്മാവ്. ഇവിടെ ഉള്ള ലോകയിലുള്ളതും നമ്മുടെ എല്ലായിടത്തും ഉള്ള സഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്. ഏക പരിശുദ്ധാത്മാവിന്റെ ഏതുവിധ പ്രവർത്തന രീതികളെ കുറിച്ചാണ് 7 ആത്മാക്കൾ എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവ ഒന്നുകൂടെ പറയട്ടെ. യഹോവയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. 2 ജ്ഞാനത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് വിസ്ഡം. 3 വിവേകത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. 4 ആലോചനയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് കൗൺസിൽ. 5 ബലത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് മൈസ്. 6 പരിജ്ഞാനത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് നോളജ്. 7 യഹോവ ഭക്തിയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ഫിയർ. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബാക്കി അടുത്ത ആഴ്ച ചിന്തിക്കാം. ദൈവം നിങ്ങളെല്ലാവരും ഇത്രയും ക്ഷമയോടെ ഇരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. 2ാമത്തെ ക്ലാസ്സാണ്, ചിലർ ക്ഷണിച്ചിട്ടുണ്ട്, എന്നാൽ ഞാൻ ക്ഷണിച്ചിട്ടില്ല. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും വളരെ നന്ദി. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ഇന്ന് രാത്രിയിലും ശക്തീകരിച്ചത് ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. ഇത് ബൈബിള് വായിച്ചു കൊടുത്ത പ്രിയ സഹോദരിമാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. കാണിച്ച എല്ലാ സഹകരണത്തിനും നന്ദി. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. നാം എല്ലാവരും ഇന്നത്തെ ദൈവം നമ്മളോട് സംസാരിച്ച നല്ല വചനങ്ങളെ ഓർത്ത് ധ്യാനിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ സുരേന്ദ്രൻ അവസാനമായി പ്രാർത്ഥിച്ചാട്ടെ. പാസ്റ്റർ സുരേന്ദ്രൻ ലെഫ്റ്റ് ആയോ? പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ, എന്ന് കേൾപ്പിച്ച നല്ല തിരുവചനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ പഠിക്കുന്ന ഈ വചനങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആമേ. കർത്താവെ, സ്തോത്രം പഠിപ്പിച്ച പ്രിയ കർത്താവിൻ്റെ ദാസനായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം. പിന്നെയും പുത്തനാശയങ്ങൾ പഠിപ്പിക്കുവാൻ സർവശക്തനായ ദൈവം കൃപ കൊടുക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രായത്തിലും കർത്താവെ ധാരാളമായി പഠിപ്പിക്കുവാനുള്ള ദൈവത്തിന്റെ പരിജ്ഞാനം ദൈവം കൊടുത്തിരിക്കുന്നു. ദൈവത്തെ വാഴ്ത്തുകയാണ്. കർത്താവിന് സ്തോത്രം. പാട്ടുപാടിയ എല്ലാ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്യുന്ന ദേവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. കേൾക്കാരായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥന എല്ലാവരും അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണേ, ശക്തീകരിക്കണം. കർത്താവെ, അവിടുത്തെ വരവാസന്നമായിട്ട് എൻ്റെ നാളുകളിൽ പഠിക്കുന്നതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുവാൻ ദൈവം സഹായിക്കണം. ദൈവം അങ്ങനെ പ്രാർത്ഥന യാചന കേട്ടനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവം ഒന്ന് കേൾക്കണം. പരിശുദ്ധം നല്ല പിതാവേ, ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹത്തോടെ ഇപ്പോൾ മനസലിവന്ദനം നിനക്ക്, മനസലിവുടയ വന്ദനം നിനക്കാമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും ഈ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, പ്രത്യേകാൽ ഇന്ന് ദൈവവചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി എല്ലാവർക്കും നന്ദി. കർത്താവിന്റെ ദാസന് പ്രത്യേക നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ട് 9 മണിക്ക് പാസ്റ്റർ ഷാജൻ പാറക്കടവിൽ
ക്ലാസ് എടുക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക്